ഹലോ മക്കേഴ്സ്, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. അപ്പൊ ഞാനേ കുറച്ചിങ്ങനെ കണ്ണടച്ച് കളിച്ചാലോ? നിങ്ങളായിരിക്കും എന്തേ മിസ്സിൽ വേറെ പണിയൊന്നുമില്ല, കണ്ണടച്ചോണ്ടിരിക്കുന്നില്ലേ? ഇവിടെ താഴെ കണ്ടോ, ബാക്കിൽ ഇങ്ങോട്ട് ഒരു കുട്ടി ഇങ്ങനെ കണ്ണടച്ച് കളിക്കുന്നുണ്ട് അല്ലേ? സോ ഐസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ് അല്ലേ? നമ്മുടെ ബോഡിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം കണ്ണ്. അപ്പൊ മിസ്സിൽ നിങ്ങൾ കാണുന്നത്, എല്ലാവരും കാണുന്നത്, ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് കാണുന്നത് ഒക്കെ എന്തുകൊണ്ടാ? നല്ല അടിപൊളി ആയിട്ടുള്ള കണ്ണുകൾ ഉള്ളതുകൊണ്ടാണ് അല്ലേ? സോ ഐസ്, അതേപോലെ തന്നെ നമ്മുടെ ടങ്, നാവ്, അതേപോലെ സ്കിൻ, അങ്ങനെ കുറെ സാധനങ്ങൾ കൂടിയിട്ടുള്ള അതിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് മാജിക് ഓഫ് സെൻസസ്, അല്ലെങ്കിൽ ഇന്ദ്രിയജാലം എന്ന് നമ്മൾ പറയല്ലേ. ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നൊക്കെ പറയുന്ന 5 ഇന്ദ്രിയങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സെൻസ് ഓർഗൻസിനെ പറ്റി പഠിക്കുന്ന ഒരു അടിപൊളി ചാപ്റ്റർ ആണ്. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഹ്യൂമൻസിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മൾ കണ്ണിനെ പറ്റിയൊക്കെ പറയുന്നത് ഇഷ്ടം പോലെ പാട്ടുകളാണ് അല്ലേ? കണ്ണിന്റെ പാട്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കരിനീല കണ്ണുള്ള പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പാട്ടുണ്ട്. കണ്ണോണ്ട് മിണ്ടണ് മിണ്ടാണ്ടെന്തണ് പുന്നാരപ്പനന്തത്തെ ദൂരെ പറഞ്ഞ പോലെ കണ്ണ് എന്തോരം പാട്ടുകളാണ് കണ്ണിനെ പറ്റി. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നല്ല രസമുള്ളതാണ്. ചിലരുടെ കണ്ണൊക്കെ കാണാൻ എന്ത് രസമായിരിക്കും, ചിലരുടെ നല്ല ഭംഗിയുള്ള കണ്ണുകളായിരിക്കും അല്ലെ? അപ്പൊ ഐസ് എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. പക്ഷെ നമുക്ക് മാത്രമാണോ അങ്ങനെ ഉള്ളത്? അല്ല, പല പല ആനിമൽസിലും പല പല ഹ്യൂമൻസിനും ഈ പറഞ്ഞ പോലെ, ഹ്യൂമൻസ് അല്ല സോറി, ആനിമൽസില് പല രീതിയിലാണ് കണ്ണുകൾ കാണുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഒരു പൂച്ചക്കുട്ടിയെ നോക്കാം. നമ്മുടെ വീട്ടിലൊക്കെ പൂച്ചക്കുട്ടിയില്ലേ? ഞങ്ങളുടെ വീട്ടിലൊക്കെ പൂച്ചക്കുട്ടിയില്ലേ? ഈ പൂച്ചക്കുട്ടിയുടെ കണ്ണ് എങ്ങനെയാണ് മക്കളെ ഉള്ളത്? പൂച്ചക്കുട്ടിയുടെ കണ്ണ് നോക്കുന്ന സമയത്ത് നോക്കുക, ഇവിടെ നമ്മുടെ പോലത്തെ കണ്ണാണോ? അല്ല, അവർക്ക് കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ള കണ്ണുകളാണ് അല്ലെ? അവരുടെ ചില സമയത്ത് രാത്രി ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് നിൽക്കുമ്പോൾ, ഒരു പൂച്ചനെ വളർത്തുന്ന ആളുകളാന്ന് വിചാരിച്ചോ, ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് സെറ്റായിട്ട് കടന്നു ഇറങ്ങാൻ നോക്കുമ്പോണ്ടാവും 2 കണ്ണ് മാത്രം കണ്ട് ബും എന്ന് പറഞ്ഞ് നിന്നാൽ നമ്മളും പേടിക്കും, കാണുന്നവരും പേടിക്കും അല്ലേ? കാരണം എന്താ വെച്ചാൽ രാത്രി നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നിൽക്കാറില്ലേ പൂച്ചകള്? അപ്പൊ പൂച്ചകളുടെ കണ്ണ് മാത്രമേ കാണുള്ളൂ, ബാക്കിയൊന്നും കാണില്ല. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സംഭവം സിമ്പിൾ ആണ്, അവരുടെ കണ്ണിന് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്, അതുകൊണ്ടാണ്. സോ ക്യാറ്റിന്റെ കേസ് പറയുന്ന സമയത്ത് പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ച. അപ്പൊ എന്റെ കണ്ണിപ്പ് ഇങ്ങനെയല്ലേ? അപ്പൊ രാവിലെ ആണെങ്കിൽ പൂച്ചയാണ് ഞാൻ വിചാരിച്ചോ, ഞാൻ രമ്യാവൂ SB മിസ് ആണെന്ന് വിചാരിച്ചോ, അപ്പൊ ഇങ്ങനെയായിരിക്കും. പക്ഷെ രാത്രിയാകുമ്പോ ഇങ്ങനെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് the pupil the cat eyes appears to be constrict in the daylight and delete on the maximum at night അല്ലെ? നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാകും. പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേകതരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട്, അതായത് രാത്രിയുടെ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം. നമ്മൾ രാത്രി ഇപ്പൊ നോക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് കാണാനുള്ള റീസൺ അതിനകത്ത് കാണുന്ന ഈ പറഞ്ഞ പോലെ പ്രത്യേകതരം കോശങ്ങൾ, സെല്ലുകൾ ആ പൂച്ചയുടെ എന്തിനകത്തുള്ളതുകൊണ്ടാണ്? കണ്ണിനകത്തുള്ളതുകൊണ്ടാണ് കേട്ടോ. സോ a cat eyes has a layer of specialized cell that is the reason for the shining of the eyes at night. അതുകൊണ്ടാണ് നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് ആയിട്ട് വല്ല തിളങ്ങി നിൽക്കുന്ന കണ്ണുകളായിട്ട് പൂച്ചനെ കാണാൻ വേണ്ടി പറ്റുന്നത്. രാത്രിയിൽ ഇര തേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് ഈ സവിശേഷതയുണ്ട്. അപ്പൊ നൈറ്റ് ഉള്ള ആളുകൾ, നൈറ്റ് ഉറങ്ങാത്ത കുറച്ച് ആളുകളുണ്ട് അല്ലേ? അതുപോലെയുള്ള ആളുകളുടെ ഒക്കെ സ്പെഷ്യാലിറ്റി പറയുന്നത് അവരുടെ കണ്ണിനകത്തുള്ള പ്രത്യേകതരം സെല്ലുകളാണ് അതിനു വേണ്ടി സഹായിക്കുന്നത്. അതാണ് പൂച്ച 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 എന്ന് പറയുന്നത്. തിളങ്ങി നിൽക്കുമല്ലോ, രാത്രി തിളങ്ങി നിൽക്കുമല്ലോ, എന്തുകൊണ്ടാ പഠിച്ചു വെച്ചോളി എന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, സെറ്റാ, റെഡി. ഇനി അടുത്തവൻ. നിങ്ങൾ വിചാരിക്കും ഈ ക്ലാസ്സിൽ മൊത്തം പേടിപ്പിക്കലേ ഉള്ളോ? പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? വരൊക്കെ നമ്മൾ പഠിച്ചാലേ പറ്റുള്ളൂ. ഇതാരാ മക്കളെ? സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് തന്നെ കാണുമ്പോൾ ഒരു പേടിയുണ്ട്, ഒരു ക്രൂര ലുക്ക് ഉണ്ട് അല്ലേ? പക്ഷെ ആളൊരു വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഏത് സിനിമ എടുത്താലും പേടിപ്പിക്കുന്ന ഏത് സിനിമയിലും മെയിൻ ക്യാരക്ടർ ആയിരിക്കും ഔള് അല്ലെങ്കിൽ മൂങ്ങ നമ്മൾ പറയില്ലേ? മൂങ്ങേനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? മൂങ്ങയ്ക്ക് ഇങ്ങനെ എല്ലാ സൈഡിലോട്ടും ഇങ്ങനെ തിരിയാനുള്ളൊരു കഴിവുണ്ട്. അത് നോക്ക്, റൗണ്ട് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് വന്നത് കണ്ടോ? അപ്പൊ നമുക്കാണെങ്കിൽ ഇത്രയും ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ മൂങ്ങയുടെ, ഔളിന്റെ ഒരു സ്പെഷ്യാലിറ്റി പറയുന്നത് തലയുടെ നേരെ മുകൾ ഭാഗത്തായിട്ട് വലിയ കണ്ണുകളാണ്. കുഴിഞ്ഞ വലിയ കണ്ണ് അല്ലെ? കാണുമ്പോൾ തന്നെ പേടിയാവുന്ന കണ്ണുകളാണ് മൂങ്ങയ്ക്കുള്ളത്. കഴുത്ത് പിറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ച കാണാനും മൂങ്ങയ്ക്ക് സാധിക്കും. കണ്ടോ? ഇങ്ങനെ പോകുന്ന സമയത്ത് പിറകിലെ കാഴ്ചയും കാണാൻ സാധിക്കും, മുമ്പിലെ കാഴ്ചയും കാണാൻ സാധിക്കും. അപ്പൊ മൊത്തത്തിൽ പറയുമ്പോൾ ഔള് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യാലിറ്റി ഉള്ള കണ്ണുകളാണ് ഔളിന്റെ കേസിൽ വരുന്നത്. സോ ദ ഔൾ ഹാസ് ദ ലാർജ് ഐസ് directed at the front of its head. The owl is also able to see the sight behind it by rotating its neck back. അല്ലെ? നെക്ക് ബാക്കിലോട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാലും ഔളിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി പറയുന്നത് നമ്മുടെ മൂങ്ങയുടെ കേസിൽ. ഇനി അടുത്തവൻ
ഇതാ ഓന്ത്, മരയോന്ത എന്നൊക്കെ കേട്ടില്ലേ? ചിലർ നമ്മളെ കളിയൊക്കെ പറയും, നീ എന്തിനും മരയോന്താടാ, ചാമലോൺ എന്നൊക്കെ പറയാം അല്ലെ, അല്ലെങ്കിൽ മരയോന്ത്. മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പൊ മരയോന്ത ആള് കിടുവാണോ, പൊളിയാണല്ലേ, വിചാരിച്ച പോലെ ഒന്നല്ല. മൂപ്പർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദ ചാമലോൺ ക്യാൻ സൈമൾട്ടേനിയസ്ലി മൂവ് ഇറ്റ്സ് ഐസ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻസ്. ഇവിടെ അവിടെ അവിടെ ഇവിടെ വരെ പല ഡയറക്ഷനിലേക്കും കാണാൻ വേണ്ടിയിട്ടും ഇവർക്ക് പറ്റും. അപ്പൊ ഇവര് പറഞ്ഞാലും കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ള ആളുകളാണ്. എല്ലാവർക്കും അവനേതായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഉണ്ട് അല്ലേ. അപ്പൊ ഇവരൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും വെറുതെ ഓന്തിന്റെ സ്വഭാവം എനിക്ക്. ഓന്ത് എന്നൊക്കെ പറഞ്ഞാൽ പണ്ടേ നമ്മൾ മനുഷ്യന്മാർ പറയുമ്പോൾ വിചാരിക്കും ഒരു ഉപകാരം ഇല്ലാത്ത ആളാണ്, പക്ഷെ ഇവർക്കൊക്കെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഐസിന്റെ കേസ് പഠിക്കുന്ന ഹ്യൂമൻസിന് മാത്രം പഠിച്ചാൽ പോരാ, അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, ഇതും കൂടെ പഠിക്കണം. അപ്പൊ ഇതുപോലെയുള്ള കുട്ടി കുട്ടി കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മിസ് ചെയ്യുക അല്ലെ. അപ്പൊ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പൃഥ്വി ബാച്ച്. എത്ര മക്കൾ നമ്മുടെ പൃഥ്വി ബാച്ചിനെ പറ്റി അറിഞ്ഞു എന്നറിയില്ല. പൃഥ്വി ബാച്ചിന്റെ എൻഡ് ഗെയിം ബാച്ച്, റിവിഷൻ ബാച്ച് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ താഴെ സ്ക്രോൾ പോകുന്ന എന്റെ മക്കൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്തെ നമ്പറും കൊടുത്തിട്ടുണ്ട്, 9995400800. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത കംപ്ലീറ്റ് റിവിഷൻ മാത്രമുള്ള ബാച്ചിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അത് കംപ്ലീറ്റ് എൻ്റെ മക്കൾക്ക് എന്താണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്ന ഒരു ബാച്ചാണ് കേട്ടോ. സോ മാക്സിമം നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ വേഗം തന്നെ ജോയിൻ ചെയ്തോ, മിടുക്കറായിട്ട് ജോയിൻ ചെയ്തോ. അപ്പൊ പൃഥ്വിയുടെ എൻഡ് ഗെയിം ബാച്ച് മറക്കണ്ട, കംപ്ലീറ്റ് റിവിഷൻ ആണ്. അങ്ങനെ കുട്ടി കുട്ടി കാര്യങ്ങൾ അടക്കം എല്ലാം എൻ്റെ മക്കൾക്ക് പഠിക്കാം. സോ സെറ്റാക്കുക, റെഡിയാക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.